Good morning. Welcome to today's online class. Today we are going to say about meaning and definition of value chain analysis. Then what are the activities involved in the value chain and steps in value chain analysis. നോക്കാം നമുക്ക് എന്താണ് വാല്യൂ ചെയിൻ അനാലിസിസ് എന്നുള്ളത്. അപ്പോൾ ഈ വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മൂന്ന് ടേമുകൾ നമുക്കതിൽ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വാല്യൂ ചെയിൻ അനാലിസിസിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് 3 ടേംസ്. ഏതാണ് ആ 3 ടേംസ് വരുന്നത്? വാല്യൂ അല്ലേ, വാല്യൂ, ദെൻ ചെയിൻ, ആക്ടിവിറ്റീസ്. അപ്പം നമുക്ക് എന്താണ് ആക്ടിവിറ്റീസ് എന്നുള്ളൂടെ നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് വാട്ട് ഡു യു മീൻ ബൈ ആക്ടിവിറ്റീസ്? എന്താ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആക്ടിവിറ്റീസ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡാണ്. നമ്മൾ കോസ്റ്റിങ്ങിൽ കുറേ ഇപ്പോൾ ആക്ടിവിറ്റി പറയുന്നു. എന്താ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് എന്താണ്? ദ മീൻസ് ബൈ വിച്ച് എ ഫേം ക്രിയേറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ്. അതിനെയാണ് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദ മീൻസ് by which a firm creates value of its product. അല്ലേ, ഒരു കമ്പനി അതിൻ്റെ പ്രോഡക്ട്സുകൾക്ക് മൂല്യം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മാർഗം. അപ്പോൾ പ്രോഡക്റ്റുകളുടെ മൂല്യം ക്രിയേറ്റ് ചെയ്യുന്നതിന് അവർ ഉപയോഗിക്കുന്ന ആ ഒരു ഡിഫറെൻറ്റ് മീൻസ്, ആ മാർഗം, അതിനെയാണ് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷനാണ് ആക്ടിവിറ്റീസും ഫങ്ഷൻസും രണ്ടും സെയിം ആണോ എന്നുള്ളത്. അപ്പം ആക്ടിവിറ്റീസ് ആർ നോട്ട് ദ സെയിം ആസ് ഫങ്ഷൻസ്. അപ്പം ഈ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളാണ്, അത് ഫങ്ഷനുകൾക്ക് തുല്യമല്ല, രണ്ടും ഡിഫറൻ്റ് ആണ്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ ഫെമിലിയർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫെമിലിയർ ഡിപ്പാർട്ട്മെൻറ്റുകളെയാണ് നമ്മൾ ഇവിടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ആർ ദ ഫെമിലിയർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് എ ബിസിനസ്. നമ്മൾ പറയാറില്ലേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഫിനാൻഷ്യൽ ഫങ്ഷൻ, മാർക്കറ്റിംഗ് ഫങ്ഷൻ, സെയിൽസ് ഫങ്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫങ്ഷൻസും ആക്ടിവിറ്റീസും, പ്രവർത്തനങ്ങളും ഫങ്ഷനുകളും ഒന്നല്ല, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഫങ്ഷനുകൾക്ക് തുല്യമല്ല. ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഫിനാൻഷ്യൽ ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബിസിനസ്സിൻ്റെ ഫെമിലിയർ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആർ വാട്ട് ആക്ച്വലി ഗോസ് ഓൺ, അതായത് വർക്ക് ഈസ് ഡൺ, നമ്മൾ ആ വർക്ക് ചെയ്യുന്നത്, അതിനെ നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിലെ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഒരു സിംഗിൾ ആക്ടിവിറ്റി ക്യാൻ ഇൻവോൾവ് വർക്ക് ബൈ എ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഇൻ സീക്വൻസ്. അപ്പോൾ ഒരു സിംഗിൾ ആക്ടിവിറ്റിയിലെ സീക്വൻസ് ആയിട്ട്, അതായത് ക്രമത്തിൽ നിരവധി ഫങ്ഷനുകളുടെ പ്രവർത്തനങ്ങൾ, വർക്കുകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സിംഗിൾ ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്കതിലെ എന്തു വരുന്നു? ക്രമത്തിലാണ്, ഓർഡർ, സീക്വൻസിലെ നമ്പർ ഓഫ് ഫങ്ഷൻസ് മീൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അല്ലെങ്കിൽ നിരവധി ഫങ്ഷനുകളുടെ വർക്കുകൾ ഉൾപ്പെടുന്നതാണ്, ക്രമത്തിൽ ഇത് വരുന്നതാണ്. അത് ഏതിൽ വരുന്നുണ്ട്? സിംഗിൾ ആക്ടിവിറ്റിയിൽ വരുന്നുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓർഗനൈസേഷൻ നീഡ് മെനി ഇൻപുട്ട് ഓർ റിസോഴ്സസ് ഫ്രം ദ എൻവിയോൺമെൻറ്റ് ടു ഫങ്ഷൻ.
അപ്പോൾ ഓർഗനൈസേഷന് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് ധാരാളം ഇൻപുട്സ് അല്ലെങ്കിൽ റിസോഴ്സസ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി ഓഫ് ഒബ്റ്റൈനിങ് ദീസ് റിസോഴ്സസ് ക്യാൻ ബി കോൾഡ് പ്രൊക്യൂർമെൻറ്റ് അല്ലേ. ഈ റിസോഴ്സസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനത്തെ നമുക്ക് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്സ് അല്ലെങ്കിൽ റിസോഴ്സസ് ലഭ്യമാക്കുന്ന ആ ഒരു ആക്ടിവിറ്റി പ്രൊക്യൂർമെൻ്റ് ആണ്, പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി. അപ്പോൾ ഈ പ്രൊക്യൂർമെൻ്റ് ആക്ടിവിറ്റിയിലെ ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക. നമ്മളിവിടെ പറയുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് ആരാണ്? പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ പർച്ചേസിങ് ഫങ്ഷനാണ്. അവരാണ് റോ മെറ്റീരിയലിൻ്റെ പ്രൈസ്, അതിൻ്റെ ഡെലിവറി ടേംസിനെ കുറിച്ചൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊക്യൂർമെൻറ്റ് ഇപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങുക പറയുമ്പോൾ അവിടെ പർച്ചേസിങ് ഫങ്ഷൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോ മെറ്റീരിയൽസിന് വേണ്ട സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കണം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓർ ഡിസൈൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ഓർ ഡിസൈൻ ഫങ്ഷൻ അവിടെ അവരുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അവിടെ തന്നെ ക്വാളിറ്റി മാനേജറാണ് അതിൻ്റെ ആക്സെപ്റ്റൻസിന് മേൽനോട്ടം വഹിക്കുന്നത്. അതായത് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആ മെറ്റീരിയലിനുണ്ടോ എന്നുള്ളതൊക്കെ അത് പരിശോധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആക്സെപ്റ്റൻസിന് മേൽനോട്ടം വഹിക്കുന്നത് ക്വാളിറ്റി മാനേജറാണ്. അപ്പോൾ ആ ഒരു ഫങ്ഷൻ അതിൽ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ്സ് നടത്തുന്നത് ഫിനാൻസ് ഫങ്ഷനാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഡിസ്പ്യൂട്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആര് ഇടപെടും? ലീഗൽ ഫങ്ഷൻ അഥവാ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടും. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഒന്നോ അതിലധികമോ അല്ലെ ഡിപ്പാർട്ട്മെൻറ്റുകളും ഫങ്ഷൻസും ഒക്കെ അതിൽ ഇൻവോൾവഡ് ആകുന്നുണ്ട്. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ചെയിൻ എന്താ എന്നുള്ളത് നോക്കി നോക്കാം. ഈ എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും അത് നമുക്കറിയാം പരസ്പരം ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഈ ലിങ്ക്ഡ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെയിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽസിൻ്റെ സ്പെസിഫിക്കേഷൻസും ക്വാണ്ടിറ്റി ഇത്രയാണെന്ന് പറയുന്നു. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പ്രൈസും ഡെലിവറിയൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് അവരെ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ദെൻ അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താ പറയുക, ആ സ്പെസിഫിക്കേഷൻസ് കറക്റ്റ് ആണോ എന്നുള്ളത് ക്വാളിറ്റി മാനേജേഴ്സ് അവരത് പരിശോധിച്ച് നോക്കുന്നു. ദെൻ അതിൻ്റെ പേയ്മെൻറ്റ്സ് ഫിനാൻസ് മാനേജ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ ലിങ്ക്ഡ് അല്ലേ, ഒന്നിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ദെൻ അതിലെ തർക്കം വരുമ്പോൾ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടുന്നു. അപ്പോൾ ഇവിടെ ഓൾ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ലിങ്ക്ഡ് ടുഗദർ. ഇത് പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ആക്ടിവിറ്റീസിനെ, ഈ ഒരു ലിങ്ക്ഡ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആർ നോൺ ആസ് ചെയിൻ. അതിനെയാണ് നമ്മൾ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കതിൽ വരുന്നത് വാല്യൂ ആണ്. അപ്പം ഇവിടെ ഈ ഒരു ചെയിനിൽ അല്ലേ, ഈ ഒരു ചെയിനിൽ ഉൾപ്പെടുന്ന ഓരോ ആക്ടിവിറ്റീസും പ്രോഡക്റ്റിലേക്ക് ഒരു സംതിങ് വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവറി കമ്പനി ട്രൈ ടു ക്രിയേറ്റ് മോർ വാല്യൂ. അപ്പോൾ ഈ ഒരു കൂടുതൽ മൂല്യം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് എല്ലാ കമ്പനികളും ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂ മീൻസ് നമുക്ക് പ്രോഫിറ്റ് ആണ്. വാല്യൂ മീൻസ് പ്രോഫിറ്റ് ആണ്. വാല്യൂ പ്രോഫിറ്റ് ആണ്. ദെൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാല്യൂ ചെയിൻ അനാലിസിസ് എയിം ചെയ്യുന്നത് എന്തായിരിക്കും? മാക്സിമം വാല്യൂ ഫോർ ദ കമ്പനി ഇറ്റ്സെൽഫ് ആൻഡ് ഫോർ ദ കസ്റ്റമേഴ്സ്. അപ്പം കമ്പനിക്കും അവരുടെ കസ്റ്റമേഴ്സിനും മാക്സിമം വാല്യൂ അവർക്ക് ലഭ്യമാക്കുക. അതാണ് ഏത് എയിം ചെയ്യുന്നത്? വാല്യൂ ചെയിൻ അനാലിസിസ് എയിം ചെയ്യുന്നത്.
അപ്പം ഇവിടെ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വാല്യൂ മീൻസ് പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ വാല്യൂ ഫോർ ഇത് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഇനി നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എന്തായിരിക്കും വാല്യൂ എന്ന് പറയുന്നുണ്ടായിരിക്കുക? സൂപ്പർബ് പ്രോഡക്റ്റ് ഓഫ് ഹയർ വാല്യൂ അറ്റ് റീസണബിൾ പ്രൈസ്, അല്ലേ? ന്യായമായ വിലയ്ക്ക് ഹയർ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് കൊടുക്കുക. അതും എങ്ങനെ? വിച്ച് ലീഡ് ടു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം കസ്റ്റമേഴ്സിനെ സംതൃപ്തി നൽകുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് അവരെ നയിക്കുന്ന രീതിയിൽ ന്യായമായ വിലയ്ക്ക് ഹൈ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് സൂപ്പർ പ്രോഡക്റ്റ്, അല്ലേ? ഗിവ് സൂപ്പർ പ്രോഡക്റ്റ് ഓഫ് ഹയർ വാല്യൂ അറ്റ് റീസണബിൾ പ്രൈസ്. ഇപ്പം ന്യായമായ വിലയ്ക്ക് അവർക്ക് ഹൈ ക്വാളിറ്റി, നല്ല ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ അവർക്ക് കൊടുക്കുക. അത് അവരുടെ സാറ്റിസ്ഫാക്ഷനിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂവിനെ നമുക്ക് എങ്ങനെ പറയാം? വാല്യൂ മീൻസ് മാർജിൻ. ഇങ്ങനെയും നമുക്ക് വാല്യൂവിനെ പറയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വേർഡ്സിൽ പറയുകയാണെങ്കിൽ വാല്യൂ മീൻസ് മാർജിൻ ആണ്. അതായത് ഇറ്റ് ഈസ് ദ എക്സസ് the customers prepared to pay over the cost of the firm for obtaining input and providing value and activities. അതായത് ഇപ്പോൾ ഒരു ഫേമിനെ അവർക്ക് ഇൻപുട്ട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനും അതുപോലെ അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ മൂല്യം അത് പ്രൊവൈഡ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് അവർക്ക് വരുന്ന ചെലവ് അതിനേക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സ് അവരെ നൽകുകയാണെങ്കിൽ ആ എക്സസ് എമൗണ്ടിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ടുകൾ നേടുന്നതിനും അതുപോലെ തന്നെ മൂല്യവും പ്രവർത്തനങ്ങളും നൽകുന്നതിന് ഫേമിന് വരുന്ന കോസ്റ്റ് അതിനേക്കാൾ അധികമായിട്ട് കസ്റ്റമേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ എക്സസ് എമൗണ്ട് അതിനെ നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മാർജിൻ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? നമ്മളുടെ പോർട്ടർ ഇതിനെ വാല്യൂവിനെ ഡിഫൈൻ ചെയ്യുന്നത് ദ എമൗണ്ട് ബയേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ വാട്ട് എ ഫേം പ്രൊവൈഡ്. ഇപ്പോൾ ഒരു ഫേം സംതിങ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ബയേഴ്സിനെ കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് പേ ചെയ്യാൻ ബയേഴ്സ് ആഗ്രഹിക്കുന്ന എമൗണ്ട് അതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ബയേഴ്സ് ആർ വില്ലിംഗ് ടു പേ. അപ്പോൾ ബയേഴ്സ് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ വില്ലിംഗ് ആയിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്തു പറയും? വാല്യൂ എന്നുള്ളത് പറയാം. അപ്പോൾ പോർട്ടർ വാല്യൂവിനെ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ദ എമൗണ്ട് ബയേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ വാട്ട് എ ഫേം പ്രൊവൈഡ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ വാല്യൂ എന്താന്ന് പറഞ്ഞു, ചെയിൻ എന്താന്ന് പറഞ്ഞു, ആക്ടിവിറ്റി എന്താണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സീക്വൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, അല്ലേ? വാല്യൂ ചെയിൻ എന്താണ്? ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് by which value is added to the product or services produced by an organization. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിലേക്കോ സർവീസസിലേക്കോ വാല്യൂ ആഡ് ചെയ്യുന്ന ബിസിനസ് പ്രവർത്തനത്തിൻ്റെ ആ ഒരു സീക്വൻസ് ക്രമം അതിനെയാണ് നമ്മൾ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ്, അല്ലേ? കുറേ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടമാണ്. വിച്ച് കൺവേർട്ട് ഇൻപുട്ട് ആൻഡ് സർവീസസ് ഫോർ കസ്റ്റമേഴ്സ്. അപ്പം അതിനെയാണ് നമ്മൾ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓൾ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ബിൽഡ് വാല്യൂ അറ്റ് എവറി സ്റ്റേജ്, അല്ലേ? ഇപ്പോൾ മാനുഫാക്ചറിങ്ങിൻ്റെ ആയാലും പ്രൊഡക്ഷൻ്റെ ആയാലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഓരോ സ്റ്റേജിലും വാല്യൂ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം
എന്താ പറയുക ഓൾ സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ വാല്യൂ ചെയിൻ നോക്കാം. ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ വാല്യൂ ചെയിൻ, അതായത് പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ എന്ന് പറയും. പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ നമുക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കുക. പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ ഓർ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ വാല്യൂ ചെയിൻ. ഇപ്പം മൈക്കൽ പോർട്ടറിൻ്റെ അഭിപ്രായത്തിൽ ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ 2 ടൈപ്സ്. 2 തരത്തിലാണ് ബിസിനസ് ആക്ടിവിറ്റീസ് വരുന്നത്. അതിലൊന്ന് പ്രൈമറി ആക്ടിവിറ്റീസ്. ഇപ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പ്രൈമറി ആക്ടിവിറ്റീസ് ദെൻ സെക്കൻഡറി ആക്ടിവിറ്റീസ്. പ്രൈമറി ആക്ടിവിറ്റീസ് ആൻഡ് സെക്കൻഡറി ആക്ടിവിറ്റീസ്, ഇങ്ങനെ 2 തരത്തിലാണ് നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ നമുക്ക് നോക്കാം എന്താണ് പ്രൈമറി ആക്ടിവിറ്റീസ്, എന്താണ് സെക്കൻഡറി ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം എന്നുള്ളത്. ആദ്യം നമുക്ക് പ്രൈമറി ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കാം. പ്രൈമറി ആക്ടിവിറ്റീസിൽ വരുന്നത് ഇറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, ഇറ്റ് സെയിൽസ് ആൻഡ് ട്രാൻസ്ഫർ ടു ദ ബയർ ആസ് വെൽ ആസ് ആഫ്റ്റർ സെയിൽ സർവീസ്. അതായത് ഒരു പ്രോഡക്റ്റ് അത് ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ വിൽപ്പന, ദെൻ അതിൻ്റെ ഡെലിവറി, ദെൻ അതിനോട് ബന്ധപ്പെട്ട ആഫ്റ്റർ സെയിൽ സർവീസസ്. ഇത്രയും ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ, അല്ലേ? ബിസിനസ്സിൻ്റെ പ്രൈമറി ആക്ടിവിറ്റീസ് എന്താ? പ്രൊഡക്ഷൻ, അല്ലേ? ഉൽപ്പാദനം നടത്തിയ സാധനം, അല്ലേ? ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിൽക്കുക, ദെൻ അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ പ്രൈമറി ആക്ടിവിറ്റിയിൽ ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രൈമറി ആക്ടിവിറ്റീസ് ഇപ്പോൾ വാല്യൂ ആഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് പ്രൈമറി ആക്ടിവിറ്റീസ്. അപ്പോൾ പോർട്ടറിൻ്റെ പ്രൈമറി ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ വരുന്നത് പ്രൈമറി ആക്ടിവിറ്റീസിൽ വരുന്നത് ഇൻബൗണ്ട് ലോജിസ്റ്റിക് വരുന്നുണ്ട്. പ്രൈമറി ആക്ടിവിറ്റീസിൽ നമുക്ക് വരുന്നത് ആക്ടിവിറ്റീസ് ഒന്ന് ഇൻബൗണ്ട് ലോജിസ്റ്റിക്. ഇൻബൗണ്ട് ലോജിസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഓപ്പറേഷൻസ്, ദെൻ പിന്നെ അതിലെ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്, ഇൻബൗണ്ട് ലോജിസ്റ്റിക്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്, പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ദെൻ പിന്നെ അതിൽ വരുന്നത് സർവീസസ്. അപ്പം ഇത്രയാണ് നമുക്ക് പ്രൈമറി ആക്ടിവിറ്റീസിൽ വരുന്നത്. അതായത് ഇൻബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലയേഴ്സിൽ നിന്ന് മെറ്റീരിയൽസ് റിസീവ് ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ശേഖരിച്ചിട്ടുള്ള ഈ മെറ്റീരിയൽസ്, അല്ലേ? എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഈ മെറ്റീരിയൽസ് അത് സ്റ്റോർ ചെയ്യുക, അതുപോലെ തന്നെ സ്ഥാപനത്തിനകത്ത് അതിൻ്റെ ഹാൻഡ്ലിങ്, ഇതൊക്കെയാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സുകൾ ലഭ്യമാക്കുന്നതും അതിൻ്റെ സ്റ്റോറേജ്, അതിൻ്റെ ഹാൻഡ്ലിങ്, അതിനെയാണ് നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ്, അല്ലേ? അപ്പോൾ ഉൽപ്പാദനവും, അല്ലെ, പ്രോഡക്റ്റ് ഓർ സർവീസസിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അത് ചില കമ്പനികളിലൊക്കെ
നമ്മൾ മോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയൊക്കെ ആണെങ്കിൽ ഹോട്ടലിലെ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ റിസപ്ഷൻ, റൂം സർവീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഓഫ് ഇത് വരുന്നുണ്ട് എന്ന പോലെ തന്നെ. പിന്നെ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഓർ സർവീസസ് കസ്റ്റമേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അതിനെയാണ് നമ്മൾ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്നത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നമുക്ക് അറിയാം എന്താ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ വരുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് എന്താണെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു ഫങ്ഷണൽ ഏരിയയാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഡക്ട്സിനെ സംബന്ധിച്ച് ടാർഗറ്റ് ഓഡിയൻസിനിടയിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഫങ്ഷണൽ ഏരിയയാണ്. അപ്പോൾ ഫേമിൻ്റെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിനെ സംബന്ധിച്ചിട്ടും കമ്പനിയെ സംബന്ധിച്ചിട്ടൊക്കെ ടാർഗറ്റ് ഓഡിയൻസിനിടയിൽ അവയർനെസ് കൊടുക്കുക. അപ്പോൾ അത് അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനികൾക്ക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ടൂളുകളായിട്ടുള്ള അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ അവരുടെ പ്രോഡക്ട്സിലേക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആക്ടിവിറ്റീസിലെ അത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ വരുന്നത് സർവീസസ് ആണ്. സർവീസസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് പ്രീ ഇൻസ്റ്റലേഷൻ സർവീസസും ആഫ്റ്റർ സെയിൽ സർവീസസും ആണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഓർ സർവീസസ് അത് സെയിൽ ചെയ്യുന്നതിന് മുൻപും അതിന് ശേഷവും നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ അതാണ് സർവീസസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 5 പ്രൈമറി ആക്ടിവിറ്റീസ് ആണ് ഏതിലെ വരുന്നത്? പോർട്ടേഴ്സിൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി വരുന്നത്. അപ്പോൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്, ഓപ്പറേഷൻസ്, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്, മാനുഫാക്ചറിങ് ആൻഡ് സെയിൽസ്, ദെൻ സർവീസസ്. ദെൻ നമുക്ക് നെക്സ്റ്റ് വൺ പറയുന്നത് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ആണ്. സെക്കൻഡറി ആക്ടിവിറ്റീസ് ഓർ സപ്പോർട്ട് ആക്ടിവിറ്റീസ്. സപ്പോർട്ട് ആക്ടിവിറ്റീസ്. ദെൻ നമുക്ക് സപ്പോർട്ട് ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. സപ്പോർട്ട് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രൈമറി ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ടിവിറ്റീസുകളെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സപ്പോർട്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ സപ്പോർട്ട് ആക്ടിവിറ്റീസിൽ പ്രധാനമായിട്ടും വരുന്നത് പ്രൊക്യൂർമെൻറ്റ് അല്ലേ. ഇതിലെന്തൊക്കെയാണ് വരുന്നുണ്ടായിരിക്കുക? പ്രൊക്യൂർമെൻറ്റ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ടെക്നോളജി ഡെവലപ്മെൻറ്റ്, ടെക്നോളജി ഡെവലപ്മെൻറ്റ്, ടെക്നോളജി ഡെവലപ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫേം ഇൻഫ്രാസ്ട്രക്ചർ. ഫേം ഇൻഫ്രാസ്ട്രക്ചർ. ഫേംസ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് അതിൽ വരുന്നത്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത്. നമ്മൾ പറഞ്ഞു അതിൽ വരുന്നത് പ്രൊക്യൂർമെൻറ്റ്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഫംഗ്ഷൻ എന്താ റെസ്പോൺസിബിൾ ആകുന്നത്? പർച്ചേസിങ് ദ മെറ്റീരിയൽസ് അല്ലേ, ദാറ്റ് ആർ നെസസറി ഫോർ ദ കമ്പനീസ് ഓപ്പറേഷൻ. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ് പ്രൊക്യൂർമെൻറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിനകത്ത് ഒരു എഫിഷ്യൻ്റ് പ്രൊക്യൂർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോവസ്റ്റ് പ്രൈസിൽ ഹയസ്റ്റ് ക്വാളിറ്റി ഗുഡ്സ് നേടാനായിട്ട് സാധിക്കും.
അപ്പോൾ ലോവസ്റ്റ് പ്രൈസിലെ ഹയസ്റ്റ് ക്വാളിറ്റി ഗുഡ്സ് നേടുക എന്നുള്ളതും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കുള്ളതാണ്? ഈ ഒരു ഫങ്ഷനെ വരുന്നതാണ്. പിന്നെ വരുന്നത് HRM ആണ്, ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സസ് നമുക്കറിയാവുന്നതാണ്. എന്താ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻസ് കൺസേൺഡ് വിത്ത് റിക്രൂട്ടിംഗ്, ട്രെയിനിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് റിവാർഡിംഗ് ദ വർക്ക് ഫോഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസിനും വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കൊരു സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് അറ്റൈൻ ചെയ്യുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് വേ ആണ് ഏത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ അതിൽ വരുന്നത് ടെക്നോളജി ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. ടെക്നോളജി ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദ ഏരിയ ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ, ട്രെയിനിങ് ആൻഡ് നോളജ് അല്ലേ. നമുക്ക് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ അതുപോലെ ട്രെയിനിങ് ആൻഡ് നോളജ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടുമിക്ക കമ്പനികൾക്കും സർവൈവ് ചെയ്യുന്നതിന് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് ടെക്നോളജി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് ഫോമിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഫോമിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്ലാനിങ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അല്ലേ, അതായത് ഫിനാൻസ്, അക്കൗണ്ടിങ് ആൻഡ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി എക്സെട്ര. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം. അപ്പോൾ അതിലെ പ്രധാനമായിട്ടും പ്ലാനിങ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആണ് അതിൽ വരുന്നത്. ഫിനാൻസും അക്കൗണ്ടിങ്ങും കോർപ്പറേറ്റ് സ്ട്രാറ്റജിയും ഒക്കെ അതിലെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ സപ്പോർട്ട് ആക്ടിവിറ്റീസിൽ നമ്മൾ ആദ്യം പറഞ്ഞ 3 ഉണ്ടല്ലോ, പ്രൊക്യൂർമെൻറ്റും ടെക്നോളജി ഡെവലപ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും, അത് സ്പെസിഫിക് പ്രൈമറി ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് പ്രൈമറി ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്നാൽ 4th വൺ ഫോം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, അത് എൻറ്റയർ ചെയിനിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് പോർട്ടേഴ്സ് വാല്യൂ ചെയിനിൽ വരുന്നത്. പ്രൈമറി ആക്ടിവിറ്റീസ് ആൻഡ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്. പ്രൈമറി ആക്ടിവിറ്റീസിലെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്, ഓപ്പറേഷൻസ്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്, ദെൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, സർവീസസ്. സെക്കൻഡറി ഓർ സപ്പോർട്ട് ആക്ടിവിറ്റീസിലെ പ്രൊക്യൂർമെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് ഫോം ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിംഗിൾ ഫേമിൻ്റെ ജനറിക് വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോൾ അതിലെ 3 ഇലമെൻസുകളാണ് വരുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഫേമിൻ്റെ ജനറിക് വാല്യൂ ചെയിൻ അതിലെ നമുക്ക് 3 ഇലമെൻസ് ആണ് വരുന്നത്. നോക്കാം നമുക്ക് ഏതാണ് ആ 3 ഇലമെൻസ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത് വരുന്നത് ഏതാണ്? പ്രൈമറി ആക്ടിവിറ്റീസ് ആണ് അല്ലേ. പ്രൈമറി ആക്ടിവിറ്റീസ് ആണ്. പ്രൈമറി ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? നമ്മൾ 5 പ്രൈമറി ആക്ടിവിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രൈമറി ആക്ടിവിറ്റീസ് വരുന്നത്? ഒന്ന് ഇൻബൗണ്ട് ലോജിസ്റ്റിക് അല്ലേ, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. ദെൻ നമുക്ക് വരുന്നത് ഓപ്പറേഷൻസ്. ഇതാണ് ഒരു ഇത് ഓപ്പറേഷൻസ്. ദെൻ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്. ദെൻ നമുക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ദെൻ സർവീസസ്. ഇത് പ്രൈമറി ആണ്, ഇത് പ്രൈമറി. ദെൻ നമുക്കൊരു സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിലും നമുക്ക് 4 ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്? ഒന്ന് പ്രൊക്യൂർമെൻറ്റ്.
procurement, then human resource management, then technology development, then firm infrastructure. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇലമെന്റ് നമുക്ക് കിട്ടി. ദെൻ അതിൻ്റെ തേർഡ് ഇലമെന്റ് എന്ന് പറയുന്നത് മാർജിൻ ആണ്. തേർഡ് ഇലമെന്റ് മാർജിൻ ആണ്. അപ്പം ഇതാണ് എന്ത് വരുന്നത്, പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ. അപ്പോൾ ജനറിക് വാല്യൂ ചെയിൻ ഫോർ എ സിംഗിൾ ഫേം കംപ്രൈസസ് ദീസ് 3 element പ്രൈമറി ആക്ടിവിറ്റീസ്, സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് മാർജിൻ. അപ്പം ഇവിടെ ഇവിടെ മാർജിൻ എന്നുള്ള വേർഡ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് the differences between total value and cost of performing the value activities. ഇപ്പം ഇവിടെ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർജിൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ വാല്യൂ അല്ലേ, ടോട്ടൽ വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് പെർഫോമിങ് ദീസ് വാല്യൂ. അപ്പോൾ ടോട്ടൽ വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് പെർഫോമിങ് ദ വാല്യൂ ആക്ടിവിറ്റീസ്. അപ്പോൾ ടോട്ടൽ വാല്യൂ മൈനസ് കോസ്റ്റ് എന്താണ്, ഈ വാല്യൂ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ്, അതിനെയാണ് അവിടെ മാർജിൻ എന്നുള്ള ടേം അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാല്യൂ എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് എന്ത് പറയാം, പ്രൈസ് ദാറ്റ് ദ കസ്റ്റമർ ഈസ് വില്ലിംഗ് ടു പേ ഫോർ സർട്ടൻ ഓഫറിങ് അല്ലേ. അവർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റിനെ അവരെ അവർ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൈസാണ് നമുക്കിവിടെ എന്ത് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് ചില സ്കോളേഴ്സ് ഇവിടെ ആഡഡ് വാല്യൂ എന്ന് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. മാർജിന് പകരമായിട്ട് അവർ ആഡഡ് വാല്യൂ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പോർട്ടർ ഇവിടെ മാർജിൻ എന്നാണ് യൂസ് ചെയ്യുന്നത്, മറ്റ് സ്കോളേഴ്സ് അതിനെ ആഡഡ് വാല്യൂ, മാർജിൻ മീൻസ് ആഡഡ് വാല്യൂ എന്നുള്ള രീതിയിൽ അവർ യൂസ് ചെയ്യാറുണ്ട്. അത് സെയിം തിങ്സ് തന്നെയാണ് വരുന്നത്. അപ്പം ഇവിടെ ഈ ഒരു അനാലിസിസിൽ എന്താ ചെയ്യുന്നത്, തറോ എക്സാമിനേഷൻ ഓഫ് how each part might contribute towards added value in the company and how this may differ from the competition. അപ്പോൾ വാല്യൂ ചെയിൻ അനാലിസിസിലെ പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത് ഇതാണ്, entails a thorough examination of how each part might contribute towards added value അല്ലേ. ഓരോ പാർട്ടും കമ്പനിയുടെ ആ ഒരു ആഡഡ് വാല്യൂവിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഹൗ ദിസ് മേ ഡിഫർ ഫ്രം ദ കോമ്പറ്റീഷനിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യാസപ്പെടുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു അതിനെക്കുറിച്ച് തെറോ എക്സാമിനേഷൻ നടത്തുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്, വാല്യൂ ചെയിൻ അനാലിസിസിൽ വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻ വാല്യൂ ചെയിൻ അനാലിസിസ് ആണ്. വാല്യൂ ചെയിൻ അനാലിസിസിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കതിൽ വരുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വാല്യൂ ചെയിൻ അനാലിസിസിൽ വരുന്നത് എന്ന്. ഇപ്പോൾ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 3 സ്റ്റെപ്സ് ആണ് കേട്ടോ, 3 സ്റ്റെപ്സ് ആണ് നമുക്കിതിൽ വരുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ടിവിറ്റി അനാലിസിസ്, then value analysis, activity analysis, value analysis,
ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ്. ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ്, ഇങ്ങനെ 3 സ്റ്റെപ്സ് ആണ് ഇതിൽ വരുന്നത്, ആക്ടിവിറ്റി പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി അനാലിസിസ്, വാല്യൂ അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ്. അതിലെ ആക്ടിവിറ്റി അനാലിസിസിൽ പറയുന്നത് ഐഡൻറ്റിഫൈ ദ ആക്ടിവിറ്റീസ് യു അണ്ടർടേക്ക് ടു ഡെലിവർ യുവർ പ്രോഡക്റ്റ് ഓർ സർവീസസ്. നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസസ് ഡെലിവറി ചെയ്യുന്നതിന് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ നമ്മൾ ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ദ ആക്ടിവിറ്റീസ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇനി വാല്യൂ ചെയിൻ അനാലിസിസ് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫോർ ഈച്ച് ആക്ടിവിറ്റി യു തിങ്ക് ത്രൂ വാട്ട് യു വുഡ് ടു ഡു ആഡ് ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഫോർ യുവർ കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സിനെ ഉയർന്ന മൂല്യം ആഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ ആക്ടിവിറ്റീസിലും. അപ്പോൾ ആ വാല്യൂ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വാല്യൂ അനാലിസിസിൽ പറയുന്നത്. ഇവാലുവേഷൻ ഇതിൽ നമ്മൾ പറയുന്നത് നമ്മുടെ കൊണ്ടുവരുന്ന ചേഞ്ചസ് വർത്ത് മേക്കിംഗ് ആണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ നമ്മുടെ ഇതിലെ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ ആ ചേഞ്ചസ് എത്രത്തോളം അത് വർത്ത് മേക്കിംഗ് ആണ്, ദെൻ അതിന് വേണ്ട പ്ലാൻ ഫോർ ആക്ഷൻ ചെയ്യുക. അപ്പം ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് വാല്യൂ ചെയിൻ അനാലിസിസിൽ വരുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യത്തേത് ആക്ടിവിറ്റി അനാലിസിസ് ആണ്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പാണ് വാല്യൂ ചെയിൻ അനാലിസിസിൻ്റെ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ടു ബ്രെയിൻ സ്റ്റോം ദ ആക്ടിവിറ്റീസ് ദാറ്റ് യുവർ ടീം ഓർ യുവർ കമ്പനി അണ്ടർടേക്ക് that in some way contribute towards your customers experience. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസിലേക്ക് ഏതെങ്കിലും വിധത്തിൽ കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് വേണ്ടി കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ടീം ഓർ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അത് ചിന്തിക്കുക. അതാണ് ആക്ടിവിറ്റി അനാലിസിസിൻ്റെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ലെവലിൽ ഈ ഒരു അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിസിനസ് പ്രോസസ്സാണ്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് പ്രോസസ്സ് അല്ലേ. ഇപ്പോൾ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളത് അനലൈസ് ചെയ്യുക. അതാണ് ഓർഗനൈസേഷണൽ ലെവലിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് അപ്പോൾ ഇതിലെ കസ്റ്റമേഴ്സിനെ വാല്യൂ നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ സെർവ് ചെയ്യുന്നതിന് വേണ്ട ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിസിനസ് പ്രോസസ്സാണ് അതിൽ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നുണ്ടായിരിക്കുക, നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ മാർക്കറ്റിംഗ്, അതുപോലെ സെയിൽസ് ആൻഡ് ഓർഡർ ടേക്കിംഗ്, ഓപ്പറേഷണൽ പ്രോസസ്സ്, ദെൻ അതിൻ്റെ ഡെലിവറി, സപ്പോർട്ട്, അതേപോലെയുള്ള മറ്റ് കാര്യങ്ങൾ. അത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി അതിലെ വ്യത്യാസം ഉണ്ടാകാം സ്റ്റെപ്പിൽ. അതുപോലെ തന്നെ പേഴ്സണൽ ഓർ ടീം ലെവലിൽ നോക്കുമ്പോൾ ആക്ടിവിറ്റി അനാലിസിസ് വിൽ ഇൻവോൾവ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്ലോ ഓഫ് വർക്ക് ദാറ്റ് യു ക്യാരി ഔട്ട്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നിർവഹിക്കുന്ന ജോലിയുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള ആ ഒരു ഫ്ലോ, ഒഴുക്ക്, അതാണ് പേഴ്സണൽ തലത്തിൽ അല്ലെങ്കിൽ ടീം ലെവലിൽ വരുന്നത്. ഇതിന് പുറമേ മറ്റ് പല കാര്യങ്ങളും ഏതിൽ ഇൻവോൾവഡ് ആവാം, ആക്ടിവിറ്റി അനാലിസിസിൽ വരാവുന്നതാണ്. അപ്പം അതിലെ വരുന്ന അതർ തിങ്സ് ഇൻവോൾവഡ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ നമുക്ക് എങ്ങനെ പറയാം, ഹൗ യു റിക്രൂട്ട് പീപ്പിൾ വിത്ത് ദ സ്കിൽ ടു ഗീവ് ദ ബെസ്റ്റ് സർവീസസ് അല്ലേ. നമുക്ക് മികച്ച സേവനങ്ങൾ നൽകാനുള്ള
ആ സ്കില്ലുള്ള എംപ്ലോയീസിനെ നമ്മളെങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നു, സ്കില്ലുള്ള ആളുകളെ നമ്മളെങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൗ യു മോട്ടിവേറ്റ് യുവർ സെൽഫ് ഫോർ യുവർ ടീം ടു പെർഫോം വെൽ, അല്ലേ? നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടീമിനെ നമ്മളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൗ യു കീപ്പ് അപ്പ് ടു ഡേറ്റ് വിത്ത് ദ മോസ്റ്റ് എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ടെക്നിക്സ്, നമ്മൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് എങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കാം. അതുപോലെ തന്നെ നമുക്കൊരു എഡ്ജ് നൽകുന്ന ടെക്നോളജീസ് തിരഞ്ഞെടുക്കുന്നതിനും അത് ഡെവലപ്പ് ചെയ്യുന്നതും എങ്ങനെയാണ്. അതുപോലെ തന്നെ ഹൗ യു ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം യുവർ കസ്റ്റമേഴ്സ് ഓൺ ഹൗ യു ആർ ഡൂയിങ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കസ്റ്റമേഴ്സിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ഫർദർ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താവുന്നതാണ്, ആക്ടിവിറ്റി അനാലിസിസിലെ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വാല്യൂ അനാലിസിസ് ആണ്. വാല്യൂ അനാലിസിസിലെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈച്ച് ആക്ടിവിറ്റി യു ഹാവ് ഐഡൻറ്റിഫൈഡ് ലിസ്റ്റ് ദ വാല്യൂ ഫാക്ടർ. അപ്പോൾ ഇവിടെ വാല്യൂ അനാലിസിസിൽ നമ്മൾ ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ദ വാല്യൂ ഫാക്ടർ. വാല്യൂ ഫാക്ടർ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതായത് ദ things that your customers value in the way that each activity is conducted. ഓരോ പ്രവർത്തനവും നടത്തുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ മൂല്യം നമ്മളെങ്ങനെ, അതിനുവേണ്ടി നമ്മളെങ്ങനെ എന്ത് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാല്യൂ ഫാക്ടർ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുക, അപ്പോൾ നമ്മളൊരു ടെലഫോൺ എടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, ടെലഫോൺ ഓർഡർ എടുക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് വിചാരിക്കുക. അവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് അവർക്ക് കൊടുക്കാവുന്ന മൂല്യം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും. ഇപ്പം നമ്മൾ ടെലഫോൺ ഓർഡർ എടുക്കുന്ന ഇതാണ്, ടെലഫോൺ ഓർഡർ റിസീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനെ കൊടുക്കുന്നത് എന്താ, ഒന്ന് അവരെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വിക്ക് ആൻസർ കൊടുക്കുക, അതൊരു ഫാക്ടറായിട്ട് നമുക്ക് പറയാം. പിന്നെ എ പൊളൈറ്റ് മാനർ, അല്ലേ, അവരോട് നല്ല പൊളൈറ്റായിട്ട് നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുക. പിന്നെ ഓർഡർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് എടുക്കുക. അതുപോലെ തന്നെ അവരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ഫാസ്റ്റായിട്ട് നോളജബിൾ ആൻസറിങ് അവർക്ക് നൽകുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ എഫിഷ്യൻ്റ് ആൻഡ് ക്വിക്ക് സൊല്യൂഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു പേഴ്സണൽസ്, അല്ലേ, ടെലഫോൺ ഓർഡർ എടുക്കുന്ന പ്രോസസ്സ് നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ അതിന് വരുന്ന ആ കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ എത്തിക്കുന്നത്, അപ്പോൾ അത് നമ്മൾ ആ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഇനി നമ്മളൊരു പ്രൊഫഷണൽ സർവീസസ് ഡെലിവറി ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് വിൽ മോസ്റ്റ്ലി ലൈക്ലി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് അവരുടെ ആക്യുറേറ്റ് ആൻഡ് കറക്റ്റ് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത്, അല്ലേ, സർവീസസ്. പിന്നെ സൊല്യൂഷൻ ബേസ്ഡ് ഓൺ കംപ്ലീറ്റ്ലി അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻസ്, അതിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ നൽകുന്ന സൊല്യൂഷൻസ് വളരെ വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്യുക, അതുപോലെ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരിക. അപ്പോൾ ഇവിടെ വാല്യൂ ചെയിൻ അനാലിസിസിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ദ വാല്യൂ ഫാക്ടർ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ടു ഈച്ച് ആക്ടിവിറ്റി യു ഹാവ് ഐഡൻറ്റിഫൈഡ്, അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഓരോ പ്രവർത്തനത്തിനും അടുത്തായിട്ട് റൈറ്റ് ഡൗൺ ദീസ് വാല്യൂ ഫാക്ടേഴ്സ്. ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ഫാക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഓരോ ആക്ടിവിറ്റീസിനടുത്തായിട്ട് നമ്മളത് എഴുതുക. ദെൻ ആൻഡ് നെക്സ്റ്റ് ടു ദീസ്, വീണ്ടും നമ്മൾ ഇവയ്ക്ക് അടുത്തായിട്ട് എന്ത് ചെയ്യണം, റൈറ്റ് ഡൗൺ വാട്ട് നീഡ് ടു ബി ഡൺ ഓർ ചേഞ്ച്ഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റ് വാല്യൂ ഫോർ ഈച്ച് വാല്യൂ ഫാക്ടർ. നമുക്ക് ഈ ഓരോ വാല്യൂ ഫാക്ടേഴ്സിലും
ഗ്രേറ്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ഉയർന്ന മൂല്യം കൊടുക്കാനായിട്ട് ഈ വാല്യൂ ഫാക്ടേഴ്സിലെ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ ചെയ്യണം, അതിനെക്കുറിച്ചിട്ട് നമ്മൾ അതിനടുത്തായിട്ട് എഴുതുക. അപ്പോൾ ആദ്യം നമ്മൾ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷം വാല്യൂ ഫാക്ടർ ലിസ്റ്റ് ചെയ്യുക, ദെൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഓരോ ആക്ടിവിറ്റീസിനും അടുത്തായിട്ട് അതിൻ്റെ വാല്യൂ ഫാക്ടേഴ്സ് എഴുതുക. ദെൻ അതിനടുത്തായിട്ട് ഈ വാല്യൂ ഫാക്ടേഴ്സ് എഴുതിയതിന് അടുത്തായിട്ട് കോളംസ് ആയിട്ട്, അപ്പോൾ ഈ വാല്യൂ ഫാക്ടേഴ്സ് എഴുതി ദെൻ ഇതിനടുത്തായിട്ട് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് അവിടെ കൊണ്ടുവരണം ഗ്രേറ്റസ്റ്റ് വാല്യൂ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വാല്യൂ അനാലിസിസ് നടത്തുക. ദെൻ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് ആണ്. അതായത് ഇവാലുവേറ്റ്, ചേഞ്ച് ആൻഡ് പ്ലാൻ ഫോർ ആക്ഷൻ അല്ലേ. നമ്മൾ വാല്യൂ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിളി ബി ഫയർഡ് അപ്പ് ഫോർ ആക്ഷൻ, നമ്മൾ നടപടിയെടുക്കും, അതിന് സാധ്യത ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വാല്യൂ അനാലിസിസ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ നമുക്ക് അവർക്ക് കൊടുക്കുന്ന ആ ഒരു മൂല്യം ഇൻക്രീസ് ചെയ്യാനായിട്ട് ധാരാളം ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐഡിയാസ് എല്ലാം തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ കൊടുക്കാൻ കഴിഞ്ഞാൽ എന്താണ്, അവർ സർവീസസ് കുഡ് ബി ഫാബുലസ് അല്ലേ, നമ്മുടെ സേവനം ഫാബുലസ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഒരേ സമയം നമുക്ക് 100 കാര്യങ്ങളിലേക്കായിട്ട് നമ്മുടെ എനർജി ഫ്രിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഫ്രിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പല ഉദ്ദേശങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്ക് നമ്മുടെ സമയത്തെ അങ്ങോട്ട് കൊടുക്കുക, അതിനെ നമ്മൾ ഫ്രിറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം നമുക്ക് ഡിഫറൻറ്റ് കാര്യങ്ങളിലേക്ക് നമ്മുടെ എനർജി നമുക്കിങ്ങനെ വകയിരുത്താനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ അങ്ങനെ ഒരു 100 എണ്ണത്തിലേക്ക് നമ്മുടെ എനർജി പോകുമ്പോൾ നമുക്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് പ്ലൻറ്റി ഓഫ് ഐഡിയാസ് നമുക്കുണ്ടാവും കസ്റ്റമേഴ്സിൻ്റെ മൂല്യം കൂട്ടാനായിട്ട്. എല്ലാതും കൊടുക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്, നമ്മൾ സൂപ്പർബാണ്, നമ്മുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഫാബുലസ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ ചിലപ്പോൾ ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പിക്ക് ഔട്ട് ദ ക്വിക്ക് ഈസി ചീപ്പ് വിൻസ്. നമുക്ക് ഏറ്റവും വേഗത്തിൽ എളുപ്പത്തിൽ ചീപ്പായിട്ട് നമുക്ക് ഏത് വിജയമാണോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ ആദ്യം അത് എടുക്കുക. അത് നമ്മുടെ ടീം സ്പിരിറ്റ് അവസാനം വരെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അപ്പം ഈ ഒരു സ്റ്റേജ്, അതായത് നമ്മൾ എന്തൊക്കെ ഡിഫറൻസസ് അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് അവിടെ കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ടാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ദ മോർ ഡിഫിക്കൾട്ട് ചേഞ്ചസ്, അത് ചിലതൊക്കെ നമുക്ക് ഡിഫിക്കൾട്ടാണ്, ഇംപ്രാക്ടിക്കലും ആണ്. കാരണം പല മാറ്റങ്ങളും മാർജിനൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് മാത്രമേ നൽകുന്നുണ്ടായിരിക്കുള്ളൂ, കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഇവാലുവേറ്റ് ചേഞ്ചസ് ആൻഡ് പ്ലാൻ ഓഫ് ആക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ, നമ്മൾ കൂടുതൽ കോസ്റ്റുള്ള മാർജിനൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് മാത്രം നൽകുന്ന അങ്ങനെയുള്ള ടാസ്കുകളെല്ലാം നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് റിമൈനിങ് ടാസ്കുകൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അത് നമ്മൾ അച്ചീവബിൾ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത് വാല്യൂ ചെയിൻ അനാലിസിസ്. അപ്പോൾ ആക്ടിവിറ്റി അനലൈസ് ചെയ്യുന്നു, വാല്യൂ ചെയിൻ അനാലിസിസ് നടത്തുന്നു, ഇവാലുവേഷൻ നടത്തുന്നു, ചേഞ്ചസ് കൊണ്ടുവരണോ നോക്കുന്നു, ദെൻ അതിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ എടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ പോർട്ടറുടെ വാല്യൂ ചെയിൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതോടൊപ്പം തന്നെ സ്റ്റെപ്സ് ഇൻ വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.
താങ്ക് യു.